ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ വ്ളോഗിൽ കുറേ സജഷൻസ് എല്ലാവരും പറഞ്ഞു. വോയിസ് സ്പീഡ് കൂടുതലായിരുന്നു, വീഡിയോ സ്പീഡ് കൂടുതലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും കുറേ സജഷൻസൊക്കെ പറഞ്ഞു. ഞങ്ങൾ അതൊരു കുറ്റമായിട്ട് എടുത്തിട്ടില്ല. എല്ലാവരുടെയും സജഷൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഒക്കെ റെഡിയാക്കിയിട്ട് ഇനിയുള്ള വീഡിയോസിലൊക്കെ വരുന്നതായിരിക്കും. കറക്റ്റാക്കിയിട്ട്. ഞങ്ങൾക്ക് എഡിറ്റിംഗ് ആയാലും എല്ലാം ആയാലും അറിയണ്ടായിരുന്നില്ല. പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ, പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പുകെ റെഡിയായി വരും എന്ന് വിചാരിക്കണം. റെഡിയാക്കും ഞങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ സാമ്പാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രാവിലെ നമ്മളെ റൂട്ടീൻ പോലെ തന്നെ വിളക്ക് വെച്ച് പരിപാടികളൊക്കെ കടന്നു. സാമ്പാറിൻ്റെ കഷ്ണം നുറുക്കണ പരിപാടിയിലാണ് ഞാനും. അതിനിടയിൽ പാത്രം കഴുകുന്നുണ്ട്. ഞാൻ വരുമ്പോഴേക്കാനും കഷ്ണങ്ങൾ പകുതി അരിഞ്ഞ് വെച്ചിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായി എത്താനായിട്ട്. അപ്പോൾ ബാക്കി ഞാൻ അനുവിൻ്റെ കൂടെ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാമ്പാർ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അതിൽ ഞാനും ആദ്യം സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നുറുക്കുന്നുണ്ട്. സാമ്പാർ പൊതുവെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഒരു കലിപ്പ് നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കഷ്ണം നുറുക്കണതിന് ആദ്യം കമൻറ്റ് പറയുന്നുണ്ട്. അതെനിക്ക് കാര്യമായിട്ട് ഇഷ്ടമായിട്ടില്ല. ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയിരുന്നില്ല കേട്ടാ, ഇതെന്താണ് ഈ സംഭവം ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ അവളുടെ അടുത്ത് പറയായിരുന്നു സാമ്പാറിന് ഇങ്ങനെയുള്ള തക്കാളി അരിയുക, ഇങ്ങനെയാണ് സബോള അരിയുക എന്ന് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു. ഇവിടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. ആദ്യം പറയും പോലെ ആദ്യം ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സബോള നീട്ടത്തിലാണ് അരിയേണ്ടത്. മറ്റേ കയ്പക്കായ്ക്ക് കുറച്ചും കൂടി നീട്ടം വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ ദേഷ്യത്തിൽ അവളെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അവളുടെ അടുത്ത് ഞാനപ്പോൾ എന്തോ പറയുന്നുണ്ട്. ഞാൻ ഈ സ്റ്റക്കായി നിൽക്കാൻ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ സ്റ്റക്കായി നിൽക്കില്ലാന്ന് പിന്നെ ഞാൻ വീഡിയോ പ്ലേ ചെയ്തപ്പോഴേക്കും മനസ്സിലായത്. എന്തൊക്കെയോ അവളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. അവൾക്ക് അറിയില്ലോ, നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, നമ്മൾ മൂത്തവരെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത്. കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സംശയം വരാറുണ്ട്, ഇവളാണോ എൻ്റെ അമ്മായിമ്മ. ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര അങ്ങനെ ചൊറിഞ്ഞ് ഇരിക്കുള്ളൂ. എപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ്, എന്നാലും അവൾക്കിങ്ങനെ എന്നെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കണം. നിങ്ങളെ വിചാരിക്കും ഞാനൊരു പാവയുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതെ അവളെ വർത്താനത്തിൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അവള് വഞ്ച പാവാണെന്ന്. അവളെ മുഖത്തേത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇടയിൽ അച്ഛൻ വന്ന് പോകണ്ടല്ലോ. അച്ഛൻ വെള്ളമാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് പോകണമെന്നാണ്. അതിൻ്റെ ഇടയിൽ സാമ്പാർ ഞാൻ അടുപ്പത്ത് വെച്ചു. അനു അരിഞ്ഞ കഷ്ണങ്ങൾ ഇട്ട് ഞാൻ സാമ്പാർ അടുപ്പത്ത് വെച്ചു. കായപ്പൊടിയാണ് ഉപ്പിട്ടത്. പ്രത്യേകം ശ്രദ്ധിക്കണം ഗൈസ്, ഞാൻ അരിഞ്ഞ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അടുപ്പത്ത് വെച്ചു. കഷ്ണങ്ങളൊക്കെ അനുവിന് തന്നെയാണ് അരിഞ്ഞത് ചേട്ടാ. സാമ്പാർ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അടുത്ത് ദോശമാവ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ദോശമാവിൽ അനുവിന് ഞാൻ ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ്. ചില ദിവസങ്ങളിൽ ദോശമാവിൽ ഉപ്പിടാതെ ഒരു ദോശ ഉണ്ടാക്കും, സ്പെഷ്യൽ ദോശ. കഴിച്ചൊക്കെ ശേഷമാണ് ഞങ്ങൾ അറിയാറ്. അവളെ എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് പറയുന്നത്. ചില ദിവസങ്ങളിൽ അനു അങ്ങനെ ചെയ്യാറുണ്ട്. കഴിച്ച് നോക്കിയതിന് ശേഷം ഇവിടുത്തെ ടേസ്റ്റ് ഞങ്ങളുടെ അച്ചുമണിയാണ്. അച്ചുമണിക്ക് കൊടുക്കുമ്പോഴാണ് ഇത് ഉപ്പില്ലല്ലോ, അവത്ത് ഉപ്പി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൽ ഉപ്പില്ലാത്. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുക അനു ഉണ്ടാക്കിയ ദോശയിൽ ഉപ്പില്ലാത്. അതുകൊണ്ട് ഞാൻ അനുവിന് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് കാണുന്നത്, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദോശമാവിൽ ഉപ്പിടുകയാണ്. ഇനി അങ്ങോട്ടേക്ക് നിങ്ങൾ ഫ്രെയിമിൽ അനുവിനെ ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. ദോശ ഉണ്ടാക്കുന്നതിന് അതിൻ്റെ ഇടയിൽ അവളെ ഡാൻസിൻ്റെ സ്റ്റെപ്പ് എന്തോ കാണിക്കുന്നുണ്ട്. ഇനി അത് ആക്ച്വലി ഡാൻസ് അല്ല ഗൈസ്, ആദ്യം എന്തോ പറഞ്ഞതിന് ഞാൻ റിപ്ലൈ ആയിട്ട് പറഞ്ഞതാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ വായിൽ കൂടെ ഓറലിയുള്ള റിപ്ലൈ മാത്രമല്ല, റിയാക്ഷനും ബോഡി റിയാക്ഷനും ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അവൾക്ക് ഉപ്പിട്ട് മാവ് കൊടുത്ത് ഇനിയിപ്പോൾ അവളുടെ സമയമാണ്. ദോശക്കല്ല് വരെ ഞാൻ അവൾക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. കണ്ട കുട്ടിക്ക് ദോശക്കല്ല് വരെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഭയങ്കര മനപ്പൊരുത്താണ്. ഞങ്ങളിന്ന് ബ്ലാക്കാണ് ഇട്ടിരിക്കണത്. ചില ദിവസങ്ങൾ മാത്രം കേട്ടോ. ചില ദിവസങ്ങളിൽ ഞങ്ങൾ നേരെ ഡിഫറെൻ്റാണ്. പക്ഷെ ഇന്നെന്തോ റീലുകൾ അറിയാണ്ടിട്ടതാണ് കേട്ടോ ബ്ലാക്കും. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ ആദ്യം എടുത്തു തന്ന ദോശക്കല്ലിൽ തന്നെയാണ് ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. എനിക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എനിക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തീരെ ഇഷ്ടമല്ല.
പക്ഷേ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അനുവിന് ദോശ ഉണ്ടാക്കാൻ തീരെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞല്ലോ, അതുപോലെ തന്നെയാണ് അനുവിൻ്റെ ദോശയ്ക്ക് വട്ടം വരാറില്ല, കറക്റ്റ് വട്ടം വരാറില്ല. സംഭവം ഒരു ടീച്ചറാണെന്നില്ല, എന്തുകൊണ്ട് അനുവിന് സർക്കിൾ വരയ്ക്കാൻ അറിയില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ദോശ ചുടുമ്പോൾ മാത്രം റൗണ്ട് വരാറില്ല, അല്ലാത്തപ്പോഴൊന്നും റൗണ്ടിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ദോശ ചുടുമ്പോൾ മാത്രം അനുവിൻ്റെ റൗണ്ട് കറക്റ്റ് ആവാറില്ല, പക്ഷെ എൻ്റെ റൗണ്ട് കറക്റ്റ് ആവാറുണ്ട്. അതിൽ അങ്ങനെ ദോശ ചുടേണ്ട തിരക്കിലാണ്. അപ്പുറത്ത് സാമ്പാർ ഉണ്ടാക്കിയാണ്, ഇന്ന് ചട്നി ഒന്നും ഉണ്ടാക്കിയില്ല, ഇന്നലെ ചട്നി ആയിരുന്നല്ലോ. പിന്നെ നാളികേരം അധികം കഴിച്ചാൽ കൊളസ്ട്രോൾ വരും ഗൈസ്, നമ്മളധികം നാളികേരം കഴിക്കാൻ പാടില്ല. ഇവിടെ ഞങ്ങൾ നാളികേരം അരക്കൽ ഇത്തിരി കൂടുതലാണ്. നാളികേരം അരയ്ക്കാനുള്ള മടി കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കരുത്. അരയ്ക്കാനല്ല മടി, ചിരകാനായിട്ട് ഞങ്ങൾക്ക് മടിയില്ല. ചിരകാനും ചമ്മന്തി ഉണ്ടാക്കാനൊന്നും ഞങ്ങൾക്ക് മടിയില്ല. എന്നാലും സാമ്പാറുള്ളപ്പോൾ പിന്നെ എന്തിനാ? അത് മാത്രമല്ല, നമ്മൾ എല്ലാവരുടെയും ശാരീരികമായിട്ടുള്ള ഇതിനെയും കൂടിയും കണക്കിലെടുത്തുകൊണ്ടാണ് കൊളസ്ട്രോൾ വരാതിരിക്കാനായിട്ട് നാളികേര ചട്നി വേണ്ട എന്ന് വിചാരിച്ചു. ചമ്മന്തിപ്പൊടി ഉണ്ട് ഗൈസ്, അപ്പുറത്ത് ചമ്മന്തിപ്പൊടി ഉണ്ട്. അനുവിൻ്റെ അമ്മ സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ചമ്മന്തിപ്പൊടി ഉണ്ട്. ഇത്ര നേരം ഞങ്ങൾ വളവള സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, ഇനിയും ദോശ ചുരുൾ മാത്രം കുറച്ച് നേരത്തേക്കുള്ളൂ. അപ്പം നിങ്ങൾ തൽക്കാലം ഒരു പാട്ടൊക്കെ കേട്ടിരിക്കുക. ഓക്കെ, എനിക്ക് ദോശ ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ആദ്യം പറയുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നെ ദോശ പരത്തൽ കണ്ടിട്ട് ദോശ ഉണ്ടാക്കാൻ എനിക്കറിയില്ലെന്ന്? എത്ര മനോഹരമായിട്ട് ഞാൻ ദോശ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കണ്ടോ? ഇതിൻ്റെ മേളിൽ നിന്നൊരു വ്യൂ ഉള്ളൊരു വീഡിയോ ഉണ്ട്, ഞാനത് പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. ഇവളുടെ ദോശയുടെ മഹാത്മ്യം കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലാണ് ഞങ്ങളൊരു കാര്യം ഓർത്തത്, ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു ഇന്ന് അമ്പലത്തിൽ പോയാലോ എന്ന്. പക്ഷേ അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്, ഞങ്ങളുടെ അച്ഛമണി എണീക്കുന്നതനുസരിച്ചിരിക്കും ഞങ്ങളുടെ അമ്പലത്തിൽ പോക്ക്. അപ്പോൾ ദോശ ഉണ്ടാക്കൽ നടക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും ഉള്ള ദോശ ഉണ്ടാക്കി വെച്ചിട്ട് അച്ഛമണീനെ എണീപ്പിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചേക്കണേ. ദോശ ഉണ്ടാക്കൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഇനി ഞങ്ങൾ അച്ചുമണീനെ എണീപ്പിക്കാനായിട്ട് പോവുകയാണ്. അച്ചുമണി നല്ല ഉറക്കത്തിലാണ്. തൊട്ടപ്പുറത്ത് അച്ചുമണിയുടെ അച്ഛൻ ഉറങ്ങുന്നുണ്ട്. ആന കുത്തിയാലും എണീക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അച്ചുമണിയുടെ അച്ഛൻ കിടന്നുറങ്ങുന്നത്. അപ്പോൾ അച്ചുമണിയുടെ ഞങ്ങൾ എണീപ്പിക്കാൻ പോവുകയാണ്. എന്താവൊന്നും അറിയില്ല, ആളുടെ ഇന്നത്തെ മൂടനുസരിച്ചിരിക്കും ഞങ്ങളുടെ അമ്പലത്തിൽ പോക്ക്. സാധാരണ അച്ചുമണി നേരത്തെ എണീക്കാറാണ് പതിവ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അച്ചുമണി നേരം വൈകിട്ടാണ് എണീക്കണേ. അപ്പോൾ വിളിച്ചിട്ടാണ് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഉറക്കത്തിൻ്റെ ഒരു ഇതിലാണ്, കളിയുടെ ഉറക്കച്ചടവും എല്ലാം ഉണ്ട്. എന്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം. ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ എന്റെ ചിത്തിരത്താമരത്തുമ്പി നിന്റെ
ചിത്തിരത്താമരത്തുമ്പി. ഞാവൽ മരക്കാട്ടിനുള്ളിൽ ആലിപ്പഴം തേടി വരാം. ഞാലിപ്പൂവൻ വാഴത്തോപ്പിൽ ഊഞ്ഞാലാടിപ്പാടാം. നീലവനച്ചോലയിലെ അങ്ങനെ ഏറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം അച്ചുമണി എണീറ്റു. അച്ചുമണീനെ കുളിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ആദി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തേക്ക് പുറപ്പെട്ടു. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചായിരുന്നോ ആ സ്കൂട്ടി ഇറങ്ങിയ ഇറക്കം? ഞാനവിടെ വീണായിരുന്നു നൈസായിട്ട്. ഞങ്ങളിവിടെ പഴമ്പുഴ അമ്പലത്തിൽ, വിഷ്ണുവിൻ്റെ അമ്പലത്തിലാണ് പോയത്. അപ്പോൾ അനുവും അച്ചും ഉണ്ടായിരുന്നു കൂടെ. ഞാനും അനുവും കൂടിയിട്ട് സ്കൂട്ടിയിലും ഡിയോയിലും അനുവും അച്ചും കൂടിയിട്ട് ബൈക്കിലും വന്ന് ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോയത്. പിന്നെ അവിടെ പോയി അവിടെ ക്യാമറ ഉള്ളതുകൊണ്ട് ഉള്ളിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പുറത്തുനിന്ന് മാത്രം കുറച്ചെടുത്ത് പോന്നു. ഞങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് അനുവാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ. അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്പലത്തിൻ്റെ അകത്ത് ക്യാമറ റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഇനി നിങ്ങൾ കാണുന്നത് ഞങ്ങൾ തിരിച്ചു വന്നതിന് ശേഷം ചായ കുടിക്കാനിരിക്കുന്നതാണ്. ദോശ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു, ആദ്യം ദോശ കഴിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നേരത്തെ പറഞ്ഞതിൻ്റെ കാര്യം എന്തായിരുന്നു, സത്യാവസ്ഥ എന്തായിരുന്നു? ഇവള് ദോശ കഴിക്കുമ്പോഴേക്കും ഇവൾക്ക് ഞാൻ മുട്ട പുഴുങ്ങി തൊലി പൊളിച്ച് പ്ലേറ്റിൽ വരെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിലെടുത്തിട്ടില്ല. ഞാൻ എൻ്റെ മുട്ടയുടെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് കണ്ട. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞ് ജിമ്മിലേക്ക് പോയിട്ട് അവിടുത്തെ അതിസാഹസികമായിട്ടുള്ള അച്ചുമണിയുടെ കളികളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വസ്തു വെച്ചുകൊടുത്തിരിക്കില്ല, എല്ലാം വലിച്ചിടും. ഞങ്ങളെ ഒരു കാര്യം ചെയ്യാൻ സമ്മതിക്കില്ല. ഓരോ നേരത്ത് ഒരാൾ ചെയ്യുമ്പോൾ മറ്റാൾ നോക്കും, മറ്റാൾ ചെയ്യുമ്പോൾ മറ്റാൾ നോക്കും. ഇതുപോലെയാണ് ഞങ്ങൾ ജിമ്മിൽ കഷ്ടപ്പെട്ടിട്ടാണ് പണിയെടുക്കുന്നത്. അങ്ങനെ ജിമ്മിൽ അതിസാഹസിക പ്രകടനങ്ങൾക്ക് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. ഞങ്ങൾ വൈകിയാണ് അതുകൊണ്ട് വീട്ടിലെത്തിയത്. 2:30 മണിയായിരുന്നു. വീട്ടിലെത്തിയ ഉടനെ തന്നെ നല്ല വിശപ്പായിരുന്നു. പണിയെടുത്തിട്ടുള്ള ജിമ്മിൽ നിന്ന് വന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഒന്നും നോക്കിയില്ല, അടിച്ചു വാരാൻ തുടങ്ങി. അടിച്ചു വാരി തുടയ്ക്കലായിരുന്നു അടുത്ത പണി. ആദ്യം അടിച്ചു വാരുന്നു, ഒപ്പം തന്നെ ഞാൻ തുടയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും ഇവരെന്തിനാണ് ഈ ജിമ്മിൽ പോണതെന്ന്. ഫുഡടിക്കുക ജിമ്മിൽ പോവുക, ഫുഡടിക്കുക ജിമ്മിൽ പോവുക, എന്തിനാണ് ഇവർ ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കും. പക്ഷെ നല്ല വിശപ്പാണ് ഗൈസ്. ജിമ്മിൽ പോയി വരുമ്പോഴേക്കും ഒരാനേനെ തിന്നാനുള്ള ഇതുമായിട്ടായിരിക്കും ഞങ്ങൾ വീട്ടിലെത്തിണ്ടാവുക. പിന്നെ അച്ചുമണിയുടെ കളിയാണ്. അച്ചുമണി ആ ആനേനെയോ എന്തിനെയോ കണ്ടിട്ട് ഫോൺ വലിച്ചെറിയുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് ഞങ്ങൾ വിളക്ക് വെച്ചില്ല. കാരണമൊന്നുമില്ല, അച്ഛൻ നേരത്തെ വെച്ചു. പിന്നെ അമ്മയുടെ പിറന്നാളായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അനു പുറത്തുനിന്ന് തട്ടുകടയിൽ നിന്ന് ഫുഡ് വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നു. അനു എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ശ്രീരാജിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവളല്ല അവൻ. അനു അല്ല, ഇവളല്ല അവൻ. അത് കഴിഞ്ഞ് ഫുഡടിയൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ പാത്രങ്ങൾ കഴുകൽ, അതിനിടയിൽ വർത്താനവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.